നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ചെറിയൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. അദ്ദേഹം കന്നഡ ഉപേക്ഷിച്ചിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം കന്നഡ ഉപേക്ഷിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടന്നിരുന്നു. അവിടെ കന്നഡ ധരിക്കാതെയാണ് പ്രതിപക്ഷ നേതാവ് വന്നത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കന്നഡ ഒഴിവാക്കിയതെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. തിമിരത്തിന്റെ ചികിത്സ നടത്തി അതിനുശേഷം കന്നഡ വയ്ക്കാതെ തന്നെ ഇപ്പോൾ എല്ലാം വായിക്കാൻ സാധിക്കുന്നുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. കണ്ണാടി വയ്ക്കണമെന്ന് ചിലർ പറയുന്നുണ്ട്. കുറെ കാലം ഉപയോഗിച്ചതിന് ശേഷം പെട്ടെന്ന് മാറ്റിയത് കൊണ്ടാകാം മുഖത്തിന് മാറ്റം തോന്നുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസ് തിരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരു മാസത്തിലേറെ കഴിഞ്ഞിട്ടും ഇതുവരെയും അദ്ദേഹത്തിന് ലഭ്യമായിട്ടില്ല. ഒഴിഞ്ഞു കിട്ടാത്തതാണ് ഇതിൽ അതൃപ്തി കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. കന്റോൺമെന്റ് ഹൗസ് ഇതുവരെ ഒഴിഞ്ഞു തന്നില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ഔദ്യോഗിക വസതിയും ഓഫീസ് സംവിധാനങ്ങളും സമയത്തിന് ലഭ്യമാകാത്തതിനെ തുടർന്ന് AKG സെന്ററിൽ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പിണറായി വിജയൻ പ്രതിഷേധം വ്യക്തമാക്കിയത്. താൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായി ക്ലിപ്പ് ഹൗസ് ആകാവുന്നത്ര വേഗത്തിൽ ഒഴിഞ്ഞു നൽകിയിട്ടും തനിക്ക് കിട്ടേണ്ട കന്റോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞു നൽകാൻ VD സതീശൻ തയ്യാറായില്ല എന്നാണ് പിണറായിയുടെ ആരോപണം. ആകാവുന്ന അത്രയും വേഗം താൻ ക്ലിപ്പ് ഹൗസ് ഒഴിഞ്ഞു നൽകിയിരുന്നു. മുഖ്യമന്ത്രി എപ്പോൾ ക്ലിപ്പ് ഹൗസിലേക്ക് പോകുമെന്ന് അറിയില്ല. അറ്റകുറ്റപ്പണി ഇവിടെയും വേണ്ടി വരുമല്ലോ. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതി വിട്ടുകിട്ടാത്തതിനാൽ AKG സെന്ററിൽ വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നു എന്നായിരുന്നു പിണറായി പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ജനാധിപത്യ മര്യാദകൾ മുൻനിർത്തി പിണറായി വിജയൻ വളരെ പെട്ടെന്ന് തന്നെ ക്ലിപ്പ് ഹൗസ് പൂർണ്ണമായി ഒഴിഞ്ഞു. പക്ഷേ കന്റോൺമെന്റ് ഹൗസ് VD സതീശൻ ഒഴിഞ്ഞു നൽകിയിട്ടില്ല. അതായത് ക്ലിപ്പ് ഹൗസിൽ അറ്റകുറ്റപ്പണി നടക്കുന്നത് കൊണ്ടാണ് കന്റോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞു നൽകാത്തത്. ഇതേ തുടർന്ന് തിരുവനന്തപുരത്തെ താൽക്കാലിക വാടക വീട്ടിലേക്കായിരുന്നു പിണറായി വിജയൻ മാറിയത്. പുതിയ മുഖ്യമന്ത്രി VD സതീശൻ എപ്പോൾ ക്ലിപ്പ് ഹൗസിലേക്ക് താമസം മാറുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല, വ്യക്തത വന്നിട്ടില്ല. വസതി ഒഴിഞ്ഞാലും പുതിയ ആളുകൾ കയറുന്നതിന് മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ വീണ്ടും വൈകും കന്റോൺമെന്റ് ഹൗസിലേക്ക് പിണറായി വിജയൻ എത്താൻ എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം എപ്പോഴാണ് വസതികളൊക്കെ മാറുന്നതെന്ന്. അതേസമയം ബിനോയ് വിശ്വത്തിന് മറുപടിയുമായി പിണറായി വിജയൻ. അതായത് ബിനോയ് വിശ്വൻ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പരാമർശത്തിന്റെ മറുപടി എന്നോണമാണ് പിണറായി വിജയൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. വിശദമായ ആ റിപ്പോർട്ടിലേക്ക് കൂടി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പിണറായി വിജയനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. അതായത് ഏതെങ്കിലും അവതാരങ്ങൾ നുഴഞ്ഞു കയറിയോ എന്നതടക്കമുള്ള ഒരു പരാമർശമാണ് ബിനോയ് വിശ്വം നടത്തിയത്. ഇതിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഭരണത്തിലിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ മന്ത്രിമാർക്കിടയിൽ അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കണമെന്നായിരുന്നു പിണറായിയുടെ ബിനോയ് വിശ്വത്തിനുള്ള മറുപടി. ആദ്യം ചെയ്യേണ്ടത് അതാണ്. എന്തായാലും ഇത്തരത്തിൽ അതൊരു രൂക്ഷമായിട്ടുള്ളൊരു മറുപടിയാണ് പിണറായി വിജയൻ നൽകിയിരിക്കുന്നത്. നേരത്തെ ബിനോയ് വിശ്വത്തിൻ്റെ അവതാര പ്രയോഗം പിണറായി സർക്കാരിനെതിരെ ഉള്ളതാണെന്ന വിലയിരുത്തലുകൾ, നിഗമനങ്ങൾ ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിനാണ് പിണറായി ഇത്തരത്തിലൊരു മറുപടി നൽകിയിരിക്കുന്നത്. ഭരിക്കുമ്പോൾ അവതാരങ്ങൾ അടുത്തുകൂടാൻ നോക്കുമെന്നും അവരെ അകറ്റി നിർത്തുകയാണ് വേണ്ടതെന്നുമുള്ള പിണറായിയുടെ വർഷങ്ങൾക്ക് മുന്നേയുള്ള പ്രസംഗം മുൻനിർത്തിയാണ് ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം അവതാര പ്രയോഗം നടത്തിയത്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന പരിപാടിയിലാണ് ഇത്തരത്തിലൊരു പ്രയോഗം. CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ബിനോയ് വിശ്വം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: നമ്മളെ തേടി വരും, സൂക്ഷിക്കണമെന്ന് പിണറായി പറഞ്ഞ അവതാരങ്ങൾ അടുത്തേക്ക് വന്നോ, അകത്ത് കയറിയോ, സ്വാധീനിച്ചോ എന്ന് പരിശോധിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ അവതാരങ്ങളെ അകറ്റിയേ തീരൂ. താൽക്കാലിക ലാഭത്തിനായി വരുന്നവരല്ല. ബന്ധുക്കൾ അവതാരങ്ങൾ നമ്മളെ റാഞ്ചിക്കൊണ്ടു പോകില്ലെന്ന് ന്യൂനപക്ഷങ്ങളെ ബോധ്യപ്പെടുത്തണം. ന്യൂനപക്ഷങ്ങൾ നമ്മളെ ബന്ധുക്കളായി കണ്ടിരുന്നു. അവർ നമ്മുടെ കൂടെയായിരുന്നു. പാസ്റ്റ് ടെൻസിലാണ് താൻ പറയുന്നത്. എല്ലാ തിരിച്ചടികളും പാഠങ്ങൾ പഠിക്കാനുള്ളതാണ്. ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയ പിന്തുണ അകലാൻ കാരണം അന്വേഷിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പുതിയ തലമുറയിലേക്ക് കനപ്പെട്ട കാര്യങ്ങൾ എത്തുന്നില്ല. SFAയും AISFും എവിടെയാണ്? യുവതലമുറയെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയാതെ വരുന്നത് ഗൗരവകരമായ കാര്യമാണ്. CPMഉം CPIയും പരസ്പരം പടവെട്ടിയപ്പോൾ ശത്രുക്കൾ വളർന്നു, അവർ കോട്ടകൾ കീഴടക്കി. അത് കേരളം വരെ എത്തിയെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. പ്രസംഗം വലിയ തോതിൽ ചർച്ചയായതോടെ ബിനോയ് വിശ്വം പിന്നീട് വിശദീകരണവുമായി രംഗത്തെത്തി. പിണറായിയുടെ മുന്നറിയിപ്പ് ഗൗരവത്തിലുള്ളതായിരുന്നു എന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇടതുപക്ഷം ഭരണത്തിലേക്ക് വരുമ്പോൾ പറയേണ്ട വാക്കുകളാണ് പറഞ്ഞത്. ആ മുന്നറിയിപ്പ് പ്രാവർത്തികമാക്കുന്നതിൽ എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന പരിശോധന വേണമെന്നാണ് താൻ പറഞ്ഞതെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. പിണറായിയുടെ വാക്കുകളെ അന്നും ഇന്നും ഞങ്ങൾ മാനിക്കുന്നു. അവതാരം എന്ന തൊപ്പി ആർക്കെല്ലാം ചേരുമോ അവർക്കെല്ലാം അണിയാമെന്നും അദ്ദേഹം പറഞ്ഞു.
അതേസമയം മറുവശത്ത് മറ്റൊരു വിവാദവും കൂടി കത്തിക്കയറുകയാണ്. പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള നേർക്കുനേർ വാക്പോര്. പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ താൻ തയ്യാറല്ല, അദ്ദേഹവുമായി വ്യക്തമായ രാഷ്ട്രീയ പോരാട്ടമുണ്ട്, ഇത്തരം പ്രാദേശികമായ രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകാൻ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ നിലപാടും നിലനിൽപ്പുമുണ്ട്. എന്നാൽ ഇന്ത്യ എന്ന ആശയം പ്രതിരോധത്തിലാകുമ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടാകും. അത്തരം സാഹചര്യത്തിൽ DMKയോട് കൈകോർക്കാനാകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ദീർഘകാലം നിലനിൽക്കില്ല. പ്രതിപക്ഷ കൂട്ടായ്മയെ തകർക്കാൻ സർക്കാർ ആവുന്നതെല്ലാം ചെയ്യും. എന്നാൽ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സഖ്യത്തിന് സാധിക്കുമെന്നും സഖ്യത്തിലെ മറ്റു പാർട്ടികൾ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്ക് ഉറപ്പില്ലെങ്കിലും തിരഞ്ഞെടുപ്പുകളിലെ വോട്ട് ചോർച്ചയെക്കുറിച്ച് തനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിക്ക് തന്റെ സംസ്ഥാനത്തെ വോട്ട് ചോർന്നതിൽ 90% മാത്രമേ സംശയമുള്ളൂ. ഉദ്ധവ് താക്കറെയ്ക്കും തേജസ്വി യാദവിനും 40% സംശയമുണ്ട്. എന്നാൽ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നുവെന്നതിൽ ആർക്കും സംശയം വേണ്ട എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. RSSന്റെ BJPയുടെ വീക്ഷണങ്ങളോട് കോൺഗ്രസ് വിയോജിക്കുകയാണെന്നും തല വെട്ടേണ്ടി വന്നാലും കോൺഗ്രസ് RSSന് മുന്നിൽ തലകുനിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം ഇതിനെതിരെ MP ഗോവിന്ദനും പിണറായിയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ മുന്നണി യോഗത്തിലെ പ്രസംഗവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് MP ഗോവിന്ദൻ. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്ന് നോക്കാം. രാഹുൽ പിണറായിയെ കെട്ടിപ്പിടിക്കേണ്ടെന്നും എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യത്തിന് തുരങ്കം വയ്ക്കുന്ന സമീപനം മാറ്റണമെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. BJPക്കെതിരെ പോരാടാനാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വേട്ടയാടുന്ന BJPക്കെതിരെ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകണമെന്നും MP ഗോവിന്ദൻ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണി യോഗത്തിൽ പറഞ്ഞ കാര്യം കോൺഗ്രസ് തന്നെ പുറത്തുവിട്ട സാഹചര്യത്തിലാണ് ഞങ്ങൾ പ്രതികരിച്ചത്. BJPക്കെതിരായി നിലകൊള്ളുന്ന എല്ലാ പാർട്ടികളെയും ഉൾപ്പെടുത്തിയാണ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചത്. അതിനെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് പകരം തുരങ്കം വയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് DMKയുമായും AAPയുമായെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ടടുത്ത് കോൺഗ്രസ് മാറി നിൽക്കുന്ന സമീപനം അംഗീകരിക്കാനാകില്ല. രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചത് നമുക്കറിയാം. അങ്ങനെയുള്ളപ്പോഴാണ് പിണറായിയെ കെട്ടിപ്പിടിക്കില്ലെന്ന് പറയുന്നത്. BJPയെ ചെറുക്കുകയെന്ന ദൗത്യം നിറവേറ്റാൻ പര്യാപ്തമല്ലാത്ത നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് പിണറായി ആലിംഗനം ചെയ്യാനാകില്ല എന്നൊക്കെയുള്ള പ്രതികരണം വരുന്നത്. ഞങ്ങൾക്ക് പിണറായി ആലിംഗനം ചെയ്യുകയെന്ന് വേണ്ട, നയമാണ് പ്രശ്നം, നിലപാടാണ് പ്രശ്നമെന്നും MP ഗോവിന്ദൻ വ്യക്തമാക്കി. BJPയുടെ അമിതാധികാര പ്രയോഗം ചെറുക്കുക എന്നതാണ് ഇന്ത്യ മുന്നണി ലക്ഷ്യം വയ്ക്കുന്നത്. അത്തരം പ്രതിരോധം ഇല്ലെങ്കിൽ രാജ്യത്തെ ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യം തകരുമെന്ന തിരിച്ചറിവിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് മുന്നണി രൂപീകരിച്ചത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടായി. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനായില്ല. കൂട്ടുകക്ഷി സർക്കാരാണ് വന്നത്. EDയും CBIയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ രാജ്യവ്യാപകമായി പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുകയാണ്. കേരളത്തിൽ CPM നേതാക്കളെ ED വേട്ടയാടുമ്പോൾ എന്തേ അറസ്റ്റ് ചെയ്യാത്തതെന്ന് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് ശരിയല്ല. ഇത് രാജ്യത്തെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോഴും KC വേണുഗോപാൽ ഉൾപ്പെടെ രാഹുലിനെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നത് അംഗീകരിക്കാനാവില്ല എന്നും MP ഗോവിന്ദൻ പറഞ്ഞു. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട CPM വിമർശനത്തിനെതിരെ കോൺഗ്രസ് MP KC വേണുഗോപാൽ രംഗത്തെത്തിയിരുന്നു. സ്വന്തം മുഖം വികൃതമായതിന് CPM രാഹുലിനെ അധിക്ഷേപിച്ചിട്ട് കാര്യമില്ലെന്നും മുഖം മോശമായതിന് കണ്ണാടി പൊട്ടിക്കുന്നത് തുല്യമാണിതെന്നുമായിരുന്നു KC വേണുഗോപാലിന്റെ വിമർശനം. കേരളത്തിന് പുറത്ത് CPMന്റെ ആശ്രയം കോൺഗ്രസ് മാത്രമാണെന്നും ദേശീയ തലത്തിൽ പൊതുനിലപാടില്ലാതെ പ്രാദേശിക അജണ്ടകൾ മാത്രം നോക്കുന്ന സങ്കുചിത രാഷ്ട്രീയമാണ് CPM പയറ്റുന്നതെന്നും KC വേണുഗോപാൽ വിമർശിച്ചിരുന്നു.